നെന്മാറ എന്നുള്ളത് പണ്ട് മുതലേ മനസ്സിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇന്ന് വരാനും നിങ്ങളോടൊപ്പം ഇവിടെയുള്ള സഹോദരന്മാർ മാത്രമല്ല തൊട്ടടുത്ത സഭകളിൽ നിന്നും 1-2 പേരൊക്കെ വന്നു. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ച വിഷയം നേരത്തെ ബിജു ബ്രദറിന്റെ ഒരു വാക്യം അയച്ചു കൊടുത്തിരുന്നു. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപാകെ നല്ല മനസാക്ഷിയുള്ളവരായിട്ട് ജീവിക്കുക, അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അത് ബിജു അത് കട്ട് ഷോട്ട് ചെയ്തു, അത് വേറെ ടോപ്പിക്ക് പോലാക്കി എന്ന് പറഞ്ഞാൽ നല്ല മനസാക്ഷിയുള്ളവരായിട്ട് ഇരിക്കുക. കുഴപ്പമൊന്നുമില്ല, അത് ഡീറ്റെയിൽ ആയിട്ടാണ് നല്ല മനസാക്ഷി എന്നുള്ള ഒരു വാക്ക്. അത് ഞാനങ്ങനെ ചിന്തിക്കാനായിട്ട് കാരണം അപ്പസ്തോല പ്രവൃത്തിയിൽ പൗലോസ് പറയുന്ന ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പസ്തോല പ്രവൃത്തി അതിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് തന്നെ ചോദ്യം ചെയ്തവരോടും, നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ ഒടുവിലത്തെ സമയമായപ്പോഴേക്കും ഒത്തിരി പീഡനങ്ങൾക്കും സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ത്യാഗങ്ങൾ പൗലോസ് സഹിച്ചു. ജയിൽവാസം, അതുപോലെ വിചാരണകള്, എല്ലാ യഹൂദ മതപ്രമാണികളും യെരുശലേം മുതൽ അവരുടെയൊക്കെ മുമ്പിൽ നിന്ന് അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും അവരുടെ എല്ലാം സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും അതിന്റെ ഉത്തരം കൊടുത്തെങ്കിലും അവർക്ക് തിരിച്ച് ഫേവറോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നന്മകളൊന്നും ലഭിച്ചില്ല. അവരെല്ലാവരും പൗലോസിനെതിരായിരുന്നു. ഒടുവിൽ പൗലോസിന് ഒരു നിവൃത്തിയില്ലാതെ പൗലോസ് പറയുകയാണ്, ഞാൻ റോമിലുള്ള സീസറിനെ അല്ലെങ്കിൽ കൈസറിനെ കണ്ടോളാം, അദ്ദേഹവുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എന്റെ കാര്യം സെറ്റിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റോമിലേക്ക് പൗലോസ് പോകുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം തീരുന്നത് അദ്ദേഹം റോമിൽ ചെന്ന് താമസിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അവസാനത്തെ 22, 23, 24 ആ ഒരു അധ്യായങ്ങൾ കൂടി വായിച്ചപ്പോൾ എന്നെ പ്രത്യേകമായിട്ട് സ്വാധീനിച്ച ഒരു വാക്യം ഈ ഒരു വാക്യമാണ്. അപ്പൊ ആ ഒരു വാക്യത്തോട് ബന്ധപ്പെട്ട് അല്പം വിശദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാം. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന വിഷയം തന്നെയാണ്, വേറെ ടോപ്പിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപാകെയും നല്ല മനസാക്ഷി ഉള്ളവരായിട്ട് ജീവിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് മുൻപേയും മനുഷ്യരുടെ മുൻപാകെയും നല്ല സാക്ഷ്യമുള്ള ദൈവമക്കളായിട്ട് ജീവിക്കുക. അതിന്റെ വേറൊരു വാക്കാണ് മനസാക്ഷി. മനസാക്ഷി എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മലയാളം ഭാഷയിലാണ് ഉപയോഗിക്കുക. തമിഴ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും മനസാക്ഷി എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കാം, എല്ലാവർക്കും മനസ്സിലാകുന്നതാണല്ലോ മനസാക്ഷി. സാധാരണ നമ്മൾ പറയുന്നത് എനിക്ക് മനസാക്ഷി ഇല്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഉള്ളില് ഒരു ആത്മാർത്ഥതയില്ല, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. ഈ മനസാക്ഷി എന്നുള്ള വാക്ക് ഹൃദയത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മനസ്സിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നീതി, അതായത് നീതിയോടെ പ്രവർത്തിക്കാനുള്ള മനസ്സില്ലാത്തതിനെ കുറിക്കാനായിട്ട് മനസാക്ഷി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മനസാക്ഷി എവിടെയാണ്, അല്ലെങ്കിൽ മനസാക്ഷിയെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ മനോഭാവം, മനസാക്ഷി, ജീവിത സാക്ഷ്യം, ഭക്തിയോടെ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെ മാതൃകയോടെ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ടോപ്പിക് അങ്ങനെ നല്ല മനസാക്ഷി ഉള്ളവരാകുക, അല്ലെങ്കിൽ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപാകെ നല്ല മനസാക്ഷി ഉള്ളവരാകുക എന്നൊരു വാക്യം ഒരു ഹെഡിങ് കൊടുത്തത് മാത്രമല്ല. ആ വാക്യം നമുക്കത് വായിക്കാം, അതിനുശേഷം നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള ചിന്തകളിലേക്ക് പോകാം. എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ സ്റ്റഡി ആണല്ലോ, അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ട്, അപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനിങ്ങനെ ഒത്തിരി വലിയ ആൾക്കാരോട് മാത്രം പറഞ്ഞു പോകുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് ചില കാര്യങ്ങൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി പോകാം. അപ്പൊ അന്ന, മന്ന, ജോഷ്വ, എദൻസ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ലൈവ് ആണല്ലോ, ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കും. പ്രായമായവരോടും നമ്മൾ ഇരുന്ന് ക്ഷീണത്തോടെ ഇരിക്കാതെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഇടയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കാനായിട്ട് തയ്യാറാകുക. 16-ാമത്തെ വാക്യം അപ്പസ്തോല പ്രവൃത്തികൾ എവിടെയാണെന്ന് അറിയാമോ? ജോഷുവ അപ്പസ്തോലനോട് എടുത്തോ? ഓക്കെ, ഒന്ന് വെച്ചിട്ട് വായിക്കാവോ? ഞാൻ പേര് പറയുന്ന ആളും വായിച്ചു. ജോഷുവ ആദ്യം വായിച്ചു. അധ്യായം 24, ചാപ്റ്റർ 24, വേഴ്സ് 60. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടല്ലേ വാക്യം? അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി
അല്ലെങ്കിൽ അവരുടെ മുൻപാകെ പ്രാഗൽഭ്യമുള്ള ഒരു ഹൃദയം. അതിന് മറ്റൊരു ട്രാൻസ്ലേഷൻ മലയാളത്തിൽ അത് എഴുതിയിട്ടില്ല എങ്കിലും അതിന്റെ മറ്റു വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ വേറൊരു വാക്യങ്ങൾ ഉപയോഗിക്കാം. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ, അല്ലെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി, പ്രാഗൽഭ്യമുള്ള ജീവിത സാക്ഷ്യം, അതാണ് പൗലോസോട് ഉദ്ദേശിക്കുന്നത്. എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പൗലോസിന് വലിയൊരു ആഗ്രഹമാണ്. ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ സാധാരണ അവിശ്വാസികളെ ഈ വാക്ക് മനസാക്ഷി എന്നുള്ളത് പല നിലയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വിശ്വാസികളെ മാറ്റി നിർത്തിയാൽ ഓരോരുത്തരും അവരവരുടെ മനസാക്ഷിക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ മനസാക്ഷി രൂപപ്പെടുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരും നമ്മൾ ഒത്തിരി പേർ ലോകത്തിലുള്ള മനുഷ്യവർഗം, അത് പല രാജ്യങ്ങള്, പല സമൂഹങ്ങള്, പല കുടുംബങ്ങൾ, ഇങ്ങനെ ചെറിയ മനുഷ്യവർഗം, വിശ്വാസികൾ എന്നുള്ള ആ ഒരു കാര്യം ഒഴിവാക്കാം. അവിശ്വാസികളായിട്ടുള്ളവരെ എങ്ങനെയാണ് അവരുടെ മനസാക്ഷി രൂപപ്പെടുന്നത്? അവരുടെ ഹൃദയത്തിന്റെ തീരുമാനങ്ങൾ, അവരുടെ ഉള്ളിന്റെ സ്വഭാവം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ മനസാക്ഷി രൂപപ്പെടുന്നത് പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും സാധാരണ അവിശ്വാസികളായിരിക്കും മനസാക്ഷിക്ക് രൂപം ഉണ്ടാകുന്നത്? ഏതൊക്കെ സാഹചര്യം, ഏതൊക്കെ കാര്യങ്ങളാണ് അവരുടെ മനസാക്ഷി രൂപപ്പെടുന്നത്? പറഞ്ഞു ജീവിത സാഹചര്യങ്ങളുണ്ട്, പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം ഉണ്ടാവും. ചില ആൾക്കാർക്ക് അവരുടെ ഗോത്രങ്ങൾക്ക് ചില പ്രത്യേക ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ ചെയ്തു പോകുന്നു. അത് ചെയ്യുന്നതിനകത്ത് അവർക്ക് കുറ്റബോധം തോന്നാറില്ല. ശരിയാണ് തെറ്റാണ്, ഒരു പക്ഷേ ബൈബിൾ അനുസരിച്ചോ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് പല കാര്യങ്ങളും തെറ്റാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അവരോട് ബന്ധപ്പെട്ട് അവർക്ക് അത് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവർ വിശ്വാസികളല്ല, ദൈവത്തെ ഭയമില്ല. അവർക്ക് അവർ ചെയ്തു പോകുന്ന ആചാരങ്ങൾ അത് അവരുടെ ഗോത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു സമൂഹമായിരിക്കും. ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ നമ്മൾ നേരത്തെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, പല ഗോത്രങ്ങളും അവര് ആൾക്കാരെ കൊന്ന് തിന്നുന്ന പതിവും ഉണ്ട്. നമ്മളത് അതിനൊറ്റ വാക്ക് എന്താ പറയുന്നത്? ആരാവിടെ ഉള്ളത്? നരഭോജികൾ അല്ലെങ്കിൽ കാനിബൽസ്. നരഭോജികളായിരിക്കുന്ന ആൾക്കാർ നമ്മളിതിന് ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമാണ്. അവർക്കതൊരു വലിയ കുറ്റബോധമായിട്ട് തോന്നാറില്ല. കാരണം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവരുടെ ആൾക്കാരെല്ലാം തിന്നുന്നുണ്ട്. ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക, ഒരു പക്ഷേ വേറെ ഗോത്രത്തിൽ ഉള്ളവരെ ആയിരിക്കും പിടിച്ചു കൊല്ലുന്നത്. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലുന്ന പോലെ അവര് അന്യോന്യം കൊല്ലുകയും അത് അവർക്കൊരു കുറ്റബോധം അവർക്ക് തോന്നാറില്ല. അപ്പൊ അവരുടെ മനസാക്ഷിയിൽ അത് അവർക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ കഴിക്കാത്ത ചിലത് മറ്റു ചിലർ കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ആ സമൂഹത്തിന് അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല. വിവാഹം, കുടുംബജീവിതം, ഇതൊക്കെ വ്യത്യസ്തമായ മനസാക്ഷിയുടെ അനുഭവത്തിൽ, അതായത് മനസാക്ഷി കുത്തില്ലാതെ സന്തോഷത്തോടെ ജീവിക്കും. 1, 2, 3, 4, 5, 10, 20 പങ്കാളികളുള്ള അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുള്ള ഗോത്രങ്ങളുണ്ട്. അതിലും കൂടുതൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ നാഗാലാൻഡിലാണ് തോന്നുന്നു, എത്രയോ 50-60 ഭാര്യമാരെ ഒരു വീട്ടില് സൂക്ഷിക്കുന്ന, അവർക്ക് ഒത്തിരി മക്കൾ, വലിയൊരു കൂട്ടുകുടുംബം, ഒറ്റ ഹസ്ബൻഡുള്ളൂ. അപ്പോ ഒരുപക്ഷെ അവരുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്കത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. ദൈവത്തെ ഭയപ്പെടാത്ത ഒരാൾക്ക്, ദൈവവചനം അനുസരിക്കാത്ത ഒരാൾക്ക് അവരുടെ സമൂഹമോ അവരുടെ കുടുംബമോ അവരുടെ ജീവിത പശ്ചാത്തലമോ അവർക്ക് ഇഷ്ടമുള്ളത് ചെറുപ്പത്തിൽ ചെയ്തു വരുന്നത് ശീലിച്ചാൽ അവരുടെ മനസാക്ഷി അതിന് നെഗറ്റീവായിട്ട് കുറ്റം വരുത്താറില്ല. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി കുറ്റം വിധിക്കും. കാരണം നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണ്. എന്നാൽ ചെറുപ്പത്തിലെ മദ്യപിക്കുന്ന, ചെറുപ്പത്തിലെ പുകവലിക്കുന്ന, ചെറുപ്പത്തിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് മനസാക്ഷി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ മനസാക്ഷി രൂപപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അവർ പാപ സ്വഭാവത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന പാപത്തിൽ അവർ മരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന, അവർ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ലോക സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ആഫ്രിക്കനെ കുറിച്ച്, ഉഗാണ്ടനെ കുറിച്ച്, നാഗാലാൻഡിനെ കുറിച്ച് പറയേണ്ട, നമ്മുടെ ഈ ചുറ്റുപാട് തന്നെ ഇച്ചിരി അങ്ങോട്ട് പോയാൽ തമിഴ്നാട് ബോർഡറോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയായതുപോലെ നമ്മുടെ ഈ ട്രൈബൽ ഏരിയയിലൊക്കെ ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. ഇനി അതും വിട്ട് നമ്മുടെ ഈ ടൗണുകളിൽ തന്നെ, നമ്മുടെ തന്നെ പട്ടണങ്ങളിൽ കഴിഞ്ഞിടയ്ക്ക് തന്നെ എത്രയോ നരബലികളെ കുറിച്ച് നമ്മൾ എത്രയോ പ്രാവശ്യം കേൾക്കുന്നുണ്ട്. അതും ഡെവലപ്പ് ആയിരിക്കുന്ന ആൾക്കാർ, വിദ്യാഭ്യാസവും ജ്ഞാനവും പരിജ്ഞാനമുള്ള പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ നരബലികൾ നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ യാഗം കഴിക്കുന്ന കാര്യങ്ങൾ നടത്തുക. അപ്പൊ അവരുടെ മനസ്സിൽ അത് ശരിയായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അവരെങ്ങനെ പഠിപ്പിച്ചു, അവരുടെ ആ ഒരു ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന വ്യക്തി അത് ശരിയാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് മനസാക്ഷി കുത്തില്ല. എന്നൊരു വിശ്വാസി ലോകത്ത് ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം വേദനിക്കുകയും ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും മനസാക്ഷിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചില വിശ്വാസികൾ പറയും, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോടൊന്നും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാനും ദൈവമായിട്ടാണ് എൻ്റെ ഇടപാടുകൾ.
അപ്പോൾ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് നെഗറ്റീവായിട്ടോ സഹോദരനെ കുറിച്ചോ സഹോദരിയെ കുറിച്ചോ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ പറയുകയും സാക്ഷിക്കേടുകളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അദ്ദേഹത്തെ കറക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആയിട്ടില്ല, കാരണം നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളോട് എന്തിനാ പറയുന്നത്? ദൈവത്തിന് മുൻപാകെ ഞാൻ കണക്ക് പറഞ്ഞോളാം, നിങ്ങളുടെ മുൻപാകെ ഒന്നും ഞാൻ കണക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരർത്ഥത്തില് അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, ദൈവത്തിന് മുൻപാകെയാണ് നമ്മൾ കണക്ക് പറയുന്നത്. പക്ഷെ ഒരു വിശ്വാസിക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുൻപാകെ നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടപ്പാട്, ഞാൻ അക്കൗണ്ടബിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അത് സുവിശേഷത്തോട് ബന്ധപ്പെട്ടോ, അതായത് ബൈബിൾ ആത്മീയ കാര്യങ്ങളോട് ബന്ധപ്പെട്ടോ നമ്മൾ എല്ലാവരെയും പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സുവിശേഷം പറയാൻ പോയി ഒരു സ്ഥലത്ത് പോയി, അവർ നമ്മളെ ഉപദ്രവിച്ചു. അപ്പോൾ അവരോട് നമ്മൾ എത്ര ഓപ്പൺ ആയിട്ട് നമ്മൾ സുവിശേഷമാണ് പറയുന്നത്, യേശുവിനെ കുറിച്ചാണ് പറഞ്ഞാൽ അവർ നമ്മൾ ഉപദ്രവിക്കുമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ളവരുടെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമ്മതിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഒരു വിശ്വാസിയുടെ മുൻപാകെ, അല്ലെങ്കിൽ സഭയുടെ മുൻപാകെ, ദൈവമക്കളുടെ മുൻപാകെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവരുടെ മുൻപാകെ ഞാൻ അക്കൗണ്ടബിൾ ആണ്. ദൈവത്തിന് മുൻപാകെ നമ്പർ 1, ദൈവത്തിന് മുൻപാകെ എന്റെ ഹൃദയം കാണുന്ന ദൈവത്തിന് മുൻപാകെ ഞാൻ കണക്ക് കൊടുക്കണം. എന്നാൽ അത് മാത്രം പോരാ. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന് മുൻപാകെ മാത്രമല്ല, ആ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ ഞാൻ നല്ല മനസാക്ഷി, കുറ്റമില്ലാത്ത മനസാക്ഷി, അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മനസാക്ഷി സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോ എനിക്ക് ആരോട് കടപ്പാടാണ് പ്രധാനമായിട്ടുള്ളത്? ദൈവത്തോട് കടപ്പാട്. പിന്നെയോ എനിക്ക് എന്റെ സ്ഥലസഭയോടുള്ള കടപ്പാടുണ്ട്, എന്റെ സമൂഹത്തോടുള്ള കടപ്പാടുണ്ട്, എന്റെ കുടുംബത്തോടുള്ള കടപ്പാടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ എന്റെ മനസ്സിനെ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും എല്ലാവരും യോജിക്കത്തില്ല, പക്ഷെ എപ്പോഴും മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തി ദൈവത്തിന് മുൻപാകെ ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ആർക്കും എന്നെ കുറിച്ച് നല്ല സാക്ഷ്യം പറയാനില്ലെങ്കിലോ അതിനകത്ത് അത് വചനം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒന്നോ രണ്ടോ കാര്യത്തിലൊക്കെ ആൾക്കാർ തെറ്റിദ്ധാരണകൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തത് കൊണ്ടോ, വേറെ ആൾക്കാരിൽ എന്തെങ്കിലുമൊക്കെ കേട്ടത് കൊണ്ടോ ഒക്കെ നമ്മളെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കിയേക്കാം. പക്ഷെ എല്ലാവരും എല്ലായ്പ്പോഴും എന്നെ തെറ്റിദ്ധരിക്കുകയും എന്നെ കുറിച്ച് മോശമായ അല്ലെങ്കിൽ സാക്ഷ്യമില്ലാത്ത നിലയിലുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്താൽ അതൊരിക്കലും ഒരു ദൈവവൈതലിന് യോജിക്കുന്നതല്ല. നമ്മൾ സ്നാനപ്പെടുമ്പോൾ, സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനപ്പെട്ടവരാണ് കൂടുതലുള്ളത്, സ്നാനപ്പെടാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാവും. നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്താ നമ്മൾ യഥാർത്ഥത്തിൽ വിളിച്ചു പറയുന്നത്? യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു. അത് എന്റെ ഹൃദയത്തിലെ ഒരു തീരുമാനമാണ്. എന്നാൽ ഞാൻ സ്നാനപ്പെടുമ്പോൾ എന്നെ കാണുന്ന എന്റെ സ്ഥലസഭയിലെ മറ്റ് അംഗങ്ങൾ, അല്ല മറ്റ് സഭയിലെ അംഗങ്ങളാണെങ്കിൽ അവരുടെ മുൻപാകെ ഈ സ്നാനത്തിന്, ഇപ്പോൾ സ്നാനത്തിന്റെ സമയത്ത് അധികം പേരൊന്നും ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് സ്നാനത്തിന് സാക്ഷ്യം വഹിക്കും. എന്റെ സ്നാനത്തിന് കുറച്ച് പേരൊക്കെ അടുത്തുള്ളവരൊക്കെ ഒന്ന് സാക്ഷ്യം വഹിക്കുമായിരുന്നു. കാരണം എന്റെ സ്നാനം ഒരു തോട്ടിൽ വെച്ചായിരുന്നു. അപ്പൊ തോട്ടിന്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് സ്നാനം കാണാം. അപ്പോ എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടത് എന്താണെന്നും എന്താ പരിപാടി എന്നൊക്കെ അവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി, ഞാൻ യേശുവിൽ വിശ്വസിച്ചു, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായിട്ടും അവന്റെ ഇഷ്ടം ചെയ്യാനും തീരുമാനിച്ചതിന്റെ പബ്ലിക്കായിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് സ്നാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം മോശമായിട്ട് ജീവിച്ചാലോ? അത് ചോദിക്കും, അല്ലേ? ശരിയല്ലേ? നീ പിന്നെ സ്നാനപ്പെട്ട തന്നെ അവർ സ്നാനപ്പെടുന്നത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരുടെ മുൻപാകെ ഞാൻ വിളിച്ചു പറയുന്നത് ഞാനൊരു പുതിയ വ്യക്തിയാണെന്ന്. എന്റെ മമ്മി സ്നാനപ്പെടുന്ന സമയത്ത് നൂറുകണക്കിന് ആൾക്കാർ ഹോൾ ടൗൺ മുഴുവൻ സ്നാനത്തിന് പ്രസന്റ് ആണ്. സാക്ഷി പറയാനായിട്ട് സമയമില്ല. രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കത്തോലിക്ക സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന കുടുംബത്തിലെ ആദ്യത്തെ ആളാണ് മമ്മി. അപ്പോൾ മമ്മിയുടെ സ്നാനത്തിന്റെ സമയത്ത് വളരെ പ്രതികൂലങ്ങളായിരുന്നു. അതിന് എനിക്ക് ഓർമ്മയുണ്ട് ആ സമയം. ഞാൻ 5ൽ പഠിക്കുന്ന സമയമാണ്, 4-5 പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സ്നാനത്തിന്റെ സമയത്ത് ബൈബിൾ വോയിസ്, അല്ലെങ്കിൽ അന്ന് വേദനാഥം പൗലോസുരേന്റെ ഗൗരവത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. അദ്ദേഹമാണ് പ്രവർത്തനത്തിന്റെ നേതൃത്വം കൊടുത്തത്. ഈ ബൈബിൾ വോയിസ് എന്ന് പറയുന്നത് റേഡിയോ പ്രോഗ്രാമാണ്. ഈ റേഡിയോ പ്രോഗ്രാമിന്റെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ആൾക്കാർ നമ്മുടെ സഭയുടെ പേര് ബൈബിൾ വോയിസ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ബ്രദർ സഭ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയത്തില്ല. ഒരു പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ബ്രദർ സഭയിലോട്ട് പോകണം ഒരു ഓട്ടക്കാരെന്ന് പറഞ്ഞാൽ ഒരു മുകളിലുള്ള ബൈബിൾ വോയിസ് ആണോ ചോദിക്കുന്നത്. ബൈബിൾ വോയിസ് ആണോ എന്ന് ചോദിച്ചാൽ അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവിടെ എത്തി. ബ്രദർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആൾക്കാർക്ക് അന്ന് അവിടെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ മുഴുവൻ ഈ ബൈബിൾ വോയിസ് എന്നുള്ളൊരു സഭയെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു സഭ ലോകത്ത് ഇല്ല എന്നുള്ള അവർക്കും അറിയില്ല. ഒരു റേഡിയോ പ്രോഗ്രാമിന്റെ പേരാണ് ബൈബിൾ വോയിസ്. ബൈബിൾ വോയിസ്, ബൈബിൾ ചിലർ വോയിസ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം PM മാത്യച്ചൻ ഞങ്ങളവിടെ പ്രവർത്തനത്തിന്, എന്റെ ചെറുപ്പത്തിലാണ്, സഹോദരന്മാരൊക്കെ ആയിട്ട് പ്രവർത്തനം വന്നപ്പോൾ PM മാത്യച്ചൻ അറിയാലോ, കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു പ്രായമുള്ള ദൈവദാസനാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ കുറെ ആൾക്കാർ കളിയൊക്കെ ചോദിക്കണം, ഈ ബൈബിൾ വോയിസിന്റെ കൂടുതൽ പ്രായമുള്ള ആൾക്കാരും ബൈബിൾ വോയിസിന്റെ കൂടുതൽ പ്രായമുള്ള ആൾക്കാരും ഉണ്ടോ? അപ്പോൾ പലതരത്തിൽ അങ്ങനെ അറിയപ്പെടുകയാണ്. അപ്പോൾ പള്ളിയിൽ മമ്മിയുടെ സ്നാനത്തിന്റെ സമയത്ത് ഒരു വലിയ
ഞങ്ങൾ ഒരു കൺവെൻഷൻ കൂടിയാണ് ക്രമീകരിച്ചത്. സ്നാനത്തിന് ശേഷം സ്നാനം ടൗണിൽ തന്നെ, ഞങ്ങളുടെ ടൗണിന്റെ സൈഡിൽ കൂടി ഒഴുകുന്ന ഒരു ചെറിയ തോടുണ്ട്, അതല്ല അത്യാവശ്യം വലുതാണ്. അവിടെ വലിയൊരു കുഴിയുണ്ട് സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ടില്ല ബാക്കില്. അപ്പോൾ അത് ടൗണിൽ നിന്ന് ഒരു 1 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ അവിടെ തന്നെയാണ് സ്നാനം ക്രമീകരിച്ചത്. അവിടെ വലിയൊരു പാലമുണ്ട്, ആ പാലത്തിൽ നിന്നാൽ എല്ലാം കാണാൻ പറ്റും. അവിടെ സ്നാനം ക്രമീകരിച്ചു. അത് മാത്രമല്ല, അതിനുശേഷം ടൗണില് ഈ സ്നാനപ്പെട്ടതിന്റെ സന്തോഷത്തിന് ടൗണിൽ ഒരു പായസ വിതരണം ക്രമീകരിച്ചു. കാരണം ഞങ്ങൾ താമസിക്കുന്ന ടൗണിലാണ്. എന്റെ പപ്പയ്ക്കും മമ്മിക്കും കച്ചവടമുണ്ട്, ബിസിനസ്സാണ്. അപ്പൊ എല്ലാവരോടും നല്ല ബന്ധമാണ്. അപ്പോൾ ടൗണിൽ തന്നെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന് അതിന്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും പായസ വിതരണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഒരു പാട്ടും. കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പോലെ വലിയ സ്റ്റേജ് ഒന്നുമല്ല, വഴിസൈഡിലോ. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു കടയുണ്ട്, ആ കടത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കും. പോലൂസ് സുരേനും, കുഞ്ഞുമോൻ തോട്ടപ്പുള്ളി, ജോൺ കുര്യൻ, ഇങ്ങനെയുള്ള ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഹാപ്പി മെലഡിയുടെ പാട്ട്, ഹാപ്പി മെലഡി എന്ന് പറഞ്ഞൊരു ഒരു ടീം ഉണ്ടായിരുന്നു, അവരുടെ പാട്ടൊക്കെ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. ഒരു 2 ദിവസം മുമ്പ് തന്നെ നോട്ടീസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു. എല്ലായിടത്തും മൈക്ക് അനൗൺസ്മെന്റ് ചെയ്തു. ബൈബിൾ അനുസരിച്ചുള്ള സ്നാനം നടക്കാനായിട്ട് പോകുന്നു. അപ്പൊ ആൾക്കാർക്കെല്ലാം വണ്ടറായി എന്താണ് ഈ സ്നാനം. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു ഇവര് കൊണ്ട് വെള്ളത്തിൽ മുക്കിയിടുകയാണ്. അപ്പൊ അത് മുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഒരു സിമ്പിൾ ഉണ്ട്, അതായത് നിങ്ങൾ മുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് യേശു വിശ്വസിക്കുന്നത് ചോദിച്ചിട്ടാണ് മുക്കുന്നത്. അപ്പൊ ഈ മുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിശ്വസിക്കുന്നത് പറയാതെ പൊക്കത്തില്ല. അപ്പൊ ഈ കാര്യം എന്തായാലും ഒരു സൈൻ കൊടുക്കുമ്പോൾ ഇവർ പൊക്കുന്നത്. അങ്ങനെയൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൾക്കാർ പറയാണ് സ്നാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ്. അപ്പൊ ആൾക്കാർക്കെല്ലാം ഒരു ജിജ്ഞാസ, എന്താണ് സ്നാനം. അച്ഛൻ പള്ളിയിലെ കത്തോലിക്ക സഭയിൽ നിന്നാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത്. ഞങ്ങളെല്ലാം അറിയാം. അപ്പൊ അച്ഛൻ പള്ളിയിൽ ഞായറാഴ്ചയാണ് സ്നാനം ക്രമീകരിച്ചത്. ഞായറാഴ്ച അവധി ദിവസം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം പള്ളി വരുന്ന ദിവസമാണ്. അപ്പൊ അന്ന് അച്ഛൻ പള്ളി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ബൈബിൾ വോയിസിന്റെ ഒരു സ്നാനം താഴെ തോട്ടി വെച്ച് നടക്കുന്നുണ്ട്. അത് വേറെ പാർട്ടികളാണ്, നമ്മളുമായിട്ട് ബന്ധമുള്ളതൊന്നുമല്ല, അത് പുറത്തുനിന്നുള്ള മറ്റു മതങ്ങളാണ്. അപ്പൊ ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു പകുതി മുക്കാൽ ആൾക്കാർ കഴിഞ്ഞു പാടെ നേരെ അങ്ങോട്ട് പോകും. കുറച്ചുപേര് വീട്ടിൽ പോയി. അങ്ങനെ ആൾക്കാരെല്ലായിടത്തും നിൽക്കുകയാണ്. പാലത്തേല്, തോട്ടില്, കല്ലേല് കുറച്ച് ജനമാണ്. അപ്പൊ കുറെ ആൾക്കാർ കയ്യിൽ കല്ലെടുത്തിട്ടുണ്ട്. എന്റെ തന്നെ ബന്ധക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഈ കത്തോലിക്ക സഭയ്ക്കോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി. ഇവിടെ പുതിയ സ്നാനം നടക്കുകയാണെന്ന് പറയുന്നത്, പുതിയ വിശ്വാസ സഭ തുടങ്ങുമല്ലേ. അപ്പൊ സഭ തുടങ്ങുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതെല്ലാം പുറത്തുനിന്നുള്ള വരവാണ്, ബൈബിൾ വോയിസ് ആണ്, ഇതെല്ലാം ഫോറിൻ പരിപാടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പലതരത്തിലുള്ള കിംവദന്തികളാണ് പറഞ്ഞു പരത്തുന്നത്. അന്ന് വേറെ സഭകളൊന്നും അവിടെ ഇല്ല. അപ്പൊ ആൾക്കാർക്ക് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ, ഇങ്ങനെ ഫോറിൻകാർ വന്ന് പ്രസംഗിച്ച് പൈസ കൊടുത്ത് മതം മാറ്റുന്നുണ്ട്. ഇങ്ങനെ കണ്ണ് അടച്ചിരിക്കുമ്പോൾ ഫോട്ടോ കൊടുത്ത് അന്തന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ വരുത്തിയിട്ട് ആൾക്കാർക്കല്ല ഇതെന്താണെന്ന് അറിയാനായിട്ട് വലിയ ഞാൻ. അപ്പൊ ഒത്തിരി പേര് സ്നാനപ്പെടുന്നുണ്ട്, 15 പേരോട് സ്നാനപ്പെടുന്നുണ്ട്. ആദ്യം മമ്മിയെ സ്നാനപ്പെടുന്നു. അപ്പൊ മമ്മിയെ സ്നാനപ്പെടുത്തുമ്പം ഈ സ്നാനപ്പെടുന്ന ആളെ കല്ലെറിയണം. ഓരോ സുരയുടെ തലക്കെട്ട് കല്ലെറിയും. അയാളുടെ ഇടപെടത്തിക്കുന്നു പറഞ്ഞ് കല്ല് കൈ പിടിച്ചിട്ട് കുറച്ച് ആൾക്കാർ അവരും ഓടിപ്പോകും. അപ്പൊ ഇങ്ങനെ എല്ലാവരും വന്നൊരു സമയത്ത് ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആ സമയത്താണ് സ്നാനപ്പെടുന്നത്. അപ്പൊ എല്ലാവർക്കും മുമ്പ് സാക്ഷ്യമാണ്, ഓൾ സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. അന്നത്തെ സ്നാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെ സഭയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ടാങ്കും ഉണ്ട്. സ്നാനപ്പെടുന്നത് നമ്മൾ മാത്രം, സഭയിലെ ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം വരുന്ന അറിയത്തില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോ ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. സ്നാനം നടന്നു. ഈ കല്ലെറിയാൻ വന്നവരൊന്നും ഒന്നും ചെയ്തില്ല ദൈവത്തിന്റെ കൃപയാല്. കാരണം അതിന് മുമ്പ് പൗലോസുവിന് പ്രായമുള്ളൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് നിൽക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു ദൈവദാസനാണ്. അദ്ദേഹം നിന്ന് മൈക്കിൽ കൂടെ ഒരു 15-20 മിനിറ്റ് സുവിശേഷം പറഞ്ഞു. എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ബൈബിളിന് വിരോധമായിട്ടല്ല. ഞങ്ങൾ ചെയ്യുന്നത് ബൈബിൾ പറയുന്നതാണ്. യേശു ഞങ്ങൾക്ക് തന്ന മാതൃകയും യേശുവിന്റെ കൽപ്പനയും അനുസരിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ വാക്യങ്ങൾ വായിച്ച് ഒരു ലഘു സന്ദേശം കൊടുത്തിട്ട് അദ്ദേഹം ഓരോരുത്തരെ സ്നാനപ്പെടുത്തി തിരിച്ചെല്ലാവരും കയറിപ്പോയി. എല്ലാവരും കയ്യിലും താഴെയിട്ട് എല്ലാവരും മടങ്ങിപ്പോയി. അതിനുശേഷം ടൗണിൽ ഈ സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു. അങ്ങനെ 1ാം സ്നാനം, 2ാം സ്നാനം, എല്ലാ വർഷത്തും ഒരു 6 മാസം കൂടുമ്പോൾ സ്നാനം നടക്കുകയാണ്. 10, 20, 30, 40, 50, 100, 110, 150 അങ്ങനെ വിശ്വാസികൾ ആദ്യ 3-4 വർഷങ്ങൾ കൊണ്ട് വലിയ സഭയായിട്ട്. അപ്പൊ സമൂഹത്തിൽ മുഴുവൻ വലിയ മാറ്റമാണ്. ആദ്യത്തെ സഭയാണ്. വേറെ സഭകളൊന്നും ഇല്ലാത്തതാണ് ഈ ഒരു പുതിയ സഭ ഉണ്ടാകുന്നത്. അങ്ങനെ മുൻപോട്ട് വന്ന ഞങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ മമ്മിയോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് സ്നാനപ്പെട്ടവര് പിറ്റേ ദിവസം മോശമായിട്ട് ജീവിച്ചാൽ നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ, ഇനി നമ്മുടെ മലയോര ഗ്രാമമായതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ കള്ളുകൂടിയൊക്കെ അത്യാവശ്യം ഉള്ളവരാണ്. ഇവരെല്ലാം പിറ്റേ ദിവസം വീണ്ടും ഇതൊക്കെ ചെയ്താൽ ആൾക്കാർ ആദ്യം അടിക്കും. ശരിയല്ലേ? നിങ്ങൾ ഇന്നലെ വലിയ പ്രസംഗമെല്ലാം പ്രസംഗിച്ചിട്ട് അവിടെ പോയി മുങ്ങി പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നയാള് ഇന്ന് ഇങ്ങനെ നടന്നാൽ ആൾക്കാർ ചോദിക്കും. അപ്പൊ മനുഷ്യരുടെ മുൻപാകെ നമ്മൾ എന്താണ്? നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ദൈവത്തിന് മുൻപാകെ നമ്മൾ നമ്പറാണ്.
പക്ഷെ നമ്മളെ ശ്രദ്ധിക്കുന്നതോട് മുമ്പാകെ നമുക്ക് സാക്ഷ്യമുണ്ടാകണം. എല്ലാവരും നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു വരത്തില്ല. കാരണം സുവിശേഷത്തിൽ വിശ്വസിച്ചതുകൊണ്ട് നമുക്കെതിരായിട്ട് പറയുന്നവരുണ്ടാവും. പക്ഷെ ദൈവജനത്തിന്റെയും നമ്മളെ ശ്രദ്ധിക്കുന്നതോട് മുൻപാകെ നല്ല സാക്ഷ്യം ഉണ്ടാകാൻ കഴിയണം. അതാണ് പൗലോസ് പറയുന്നത്, ഇതാണ് എന്റെ ജീവിത സാക്ഷ്യം. ഞാൻ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നല്ല സാക്ഷ്യം ഉള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ പ്രവൃത്തി, പുറമേയുള്ള പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ മനസ്സും ദൈവം നോക്കുന്നുണ്ട്. എന്റെ നല്ല മനസാക്ഷി ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന് ലോകത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു തലത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അവന്റെ ഒരു കമ്പനിയിൽ മാത്രമല്ല അവൻ വിശ്വസ്തനായിരിക്കേണ്ടത്. അവന്റെ ഉള്ളിലുള്ള മനോഭാവത്തിലും കൂടെ ഒരു വിശ്വാസിയാണെങ്കിൽ എന്തായിരിക്കണം? മനസാക്ഷിയോടുകൂടെ ജീവിക്കണം. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ കൃത്യസമയത്ത് 9 മണിക്ക് വരിക, 4 മണിക്ക് പോവുക, ജോലി ചെയ്തു തീർക്കുക. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്താൽ മതി. അവർക്ക് ശമ്പളം കിട്ടും, അവര് ഹാപ്പിയാണ്. ഈ 4 മണിക്ക് ശേഷം എന്നോട് പോകുന്ന എന്ത് ചെയ്യുന്നു, എന്ത് കാര്യം ചെയ്യുന്നു ഇവർ അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് അങ്ങനെയല്ല. വിശ്വാസി എന്ന നിലയിൽ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെ മാത്രമല്ല, ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും ഒരേപോലെ സാക്ഷ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിന് മുൻപാകെ മാത്രം നമുക്ക് സാക്ഷ്യമുള്ളവനാണെന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇനി മനുഷ്യരുടെ മുൻപാകെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതും ശരിയല്ല. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ, ഹൃദയം നോക്കുന്ന ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ പ്രവൃത്തികൾ നോക്കുന്ന മനുഷ്യരുടെ മുൻപാകെയും നമുക്കൊരു നല്ല സാക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം വിജയികളായിട്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. എന്റെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറന്മാര് പലരെയും അറിയാം. ഞാൻ ടൗണിലാണ് താമസിച്ചത്. അപ്പൊ സ്കൂളിൽ രാവിലെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരും, പുകവലി തെറ്റാണ്, പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ക്ലാസ്സിൽ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ടീച്ചേഴ്സാണ്. എന്നാൽ 6 മണിയാകുമ്പോൾ അതിൽ 2 ടീച്ചേഴ്സിന്റെ അവിടെ കാണാം. എല്ലാവരും കാണാവുന്ന 2 ടീച്ചേഴ്സ് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യും. ഒരാള് 4 കാലിലായിരിക്കും. അദ്ദേഹം എന്നും വൈകുന്നേരം കള്ളുഷാപ്പിൽ പോകും. കുടിയാമ്പലം ഞങ്ങളുടെ ടൗണിലെ ഏറ്റവും മുകളിലെ കള്ളുഷാപ്പ്. അവിടെ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വരുന്ന നല്ല രസത്തിലാണ് വരുന്നത്. അപ്പൊ ഇത് കാണാനാണ്, ഞങ്ങൾ പിള്ളേരാണ്, ഇത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആടിപ്പാടിയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു മാഷാണ്. പിന്നെ വേറെ സാറിന് അദ്ദേഹം പുകവലിയുടെ നമ്പർ 1 ആശാണ്. അപ്പൊ അദ്ദേഹം ഇത് രണ്ടും ഈ ടൗണിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകുന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ക്ലാസ്സിലെ കാര്യങ്ങളും എല്ലാം ഏത് ശരി ഏത് തെറ്റെന്ന് പറയാനായിട്ട് വിളിക്കാറാണ്. പക്ഷെ ഞങ്ങൾക്കൊരു മാതൃക അവരിൽ നിന്ന് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവരെ ഞങ്ങൾ ബഹുമാനിച്ചു. കാരണം ടീച്ചേഴ്സ് എന്ന നിലയിൽ ബഹുമാനിക്കുകയും ആ നിലയിൽ അവർ പഠിക്കുകയൊക്കെ ചെയ്ത നല്ല ടീച്ചേഴ്സായിരുന്നു. പക്ഷെ അവർക്ക് അത്രയും മതി. കാരണം അവരുടെ ജോലിയിൽ ഈ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിശ്വസ്തമായിട്ടിരുന്നാൽ മതി. അതിനുശേഷം പിന്നെ അവർക്ക് എങ്ങനെ ജീവിക്കുന്നു? ആരും ഹെഡ്മാസ്റ്റർ ചോദിക്കില്ല, നീ ഇതിനെ കുറിച്ച് ചോദിക്കുന്നില്ല, ആരും ചോദിക്കുന്നില്ല. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്. അത് വിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെ ദൈവം എപ്പോഴും കാണുന്നു. ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും എന്റെ ഹൃദയം കാണുന്ന ദൈവത്തിന് മുൻപിലും എന്റെ പ്രവൃത്തികൾ കാണുന്ന മനുഷ്യരുടെ മുൻപാകെയും ഒരേപോലെ സാക്ഷ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത്. ബൈബിളിൽ നമ്മൾ ചില ഉദാഹരണം കാണുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് അനന്യാസും സഫീറയും. അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദൈവം അവരെ ശിക്ഷിച്ചു. ഈ 2 പേരും ദൈവത്തിന്റെ ശിക്ഷയിൽ മരണപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ വിശ്വാസികളല്ലാന്ന് ഞാൻ പറയുന്നില്ല, വിശ്വാസികളായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷ അവർക്കുണ്ടായി. അപ്പൊ അതിന്റെ കാരണം നമ്മൾ വായിക്കുമ്പോൾ മുതിർന്നവർക്ക് പറയാം, പിള്ളേരൊന്നും ഒഴിവാക്കാം. എന്തായിരുന്നു കാരണം? സിമ്പിൾ. അവര് ചെയ്ത കാര്യം നല്ല കാര്യമാണ്. അവര് ആ ഒരു കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാര് അവരുടെ കാൽക്കല് വിശ്വാസികളൊക്കെ യെരുശലേം സഭയിലും ചുറ്റുപാടും ഉണ്ടാകുന്നൊക്കെ അവരുടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ദൈവം പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ സ്വന്തം മനസ്സാല് അവരുടെ സ്ഥലവും വസ്തുക്കളൊക്കെ വിറ്റ് ആ പണവും ആ കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാരെടുത്ത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറയാണ് കർത്താവ് വരാറായല്ലോ, പിന്നെ ഇവിടെയൊക്കെ വലിയ ഉപദ്രവങ്ങളൊക്കെ ദൈവം അതിനൊരു വഴികൾ ഒരുക്കിയതാണ്. ഉപദ്രവങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ സ്ഥലം വിട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാ വസ്തുക്കളും വിറ്റ സാധനങ്ങളും പൈസയൊക്കെ കൊണ്ട് ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് വെച്ചു. അവർ പറഞ്ഞിട്ടല്ല, പക്ഷെ അതൊരു മാതൃകയായിട്ട്. അപ്പൊ വെച്ചപ്പോൾ അവരത് സ്വീകരിച്ചു, ഇല്ലാത്തവർക്കെല്ലാം അവർ കൊടുത്തു. അങ്ങനെ നല്ലൊരു മാതൃക. അപ്പോൾ പല ആൾക്കാരുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അവരത് വേണ്ടതുപോലെ അത് വീതിച്ച് എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുത്തു. അതിലൊരാളായിരുന്നു. അതിൽ അങ്ങനെ വിറ്റു വന്ന 2 പേരാണ് ആരെ? അനന്യാസും സഫീറയും. അപ്പൊ അവർ വിറ്റത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനമായിരുന്നു. വിറ്റിട്ട് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു. അതും തെറ്റൊന്നുമല്ല, ശരി അല്ലേ?
നമുക്ക് കുറെ സ്ഥലം വിട്ടിട്ട് അതിലൊരു 4-1 അല്ലെങ്കിൽ അതിലൊരു പകുതിയോ കൊണ്ട് അപ്പസ്തലന്മാർക്ക് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. ഇതൊന്നും ഒരിക്കലും ആരും ചെയ്യത്തില്ല. 10 ലക്ഷത്തിന് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ 5 ലക്ഷം ആരെങ്കിലും കൊണ്ട് കൊടുത്ത് സഭയെ കൊണ്ട് കൊടുക്കുമോ? ആരും കൊടുക്കാറില്ല. കൊടുക്കുന്നവരുണ്ടാവും. എന്നാൽ പൊതുവെ ഒരു വലിയൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വലിയൊരു ലോട്ടറി അടിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് നേരെ ബോധ്യപ്പെട്ട സഭയിലോ ആത്മീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ നിർബന്ധവുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്യാം. നാം ദൈവത്തെ മാനിക്കുന്ന പോലെ ദൈവം നമ്മളെ മാനിക്കും. അപ്പൊ അനന്യാസ സഭയിൽ ചെയ്ത് നല്ല കാര്യമാണ്. പണം കൊണ്ട് അപ്പസ്തലന്മാരെടുത്ത് കൊടുത്തു. എന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത്രയും പൈസ ഞങ്ങൾക്ക് ആകെ വിറ്റിട്ടുള്ളൂ, ഈ പൈസ എല്ലാം ഞങ്ങൾ കൊണ്ടുതന്നുണ്ട്. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പൊ അവർ ചെയ്ത കാര്യം നല്ലതാണെങ്കിലും അവരുടെ പ്രവൃത്തി നല്ലതായിരുന്നെങ്കിലും ദൈവം അവരെ ന്യായം വിധിച്ചു. കാരണം എന്താ? അവരുടെ പ്രവൃത്തി നല്ലതായിരുന്നെങ്കിലും പ്രവൃത്തിയേക്കാൾ ദൈവം നോക്കിയതെന്താ? അവരുടെ മനസ്സ്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് വ്യാജം പറഞ്ഞ 2 പേരെന്നാണ് നമ്മൾ അവരെ കുറിച്ച് കാണുന്നത്. അവർ 2 പേരും ആദിമസഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് അവർ മരിക്കുവാനിടയായി. ഇന്ന് അങ്ങനെ മരിക്കാനാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. കാരണം ദൈവം അതുപോലെ എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ അതൊരു മാതൃക എന്ന് പറഞ്ഞാൽ ഭയം. സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാടിയാണ്. ഇവിടെ ആൾക്കാർക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, നുണ പറയാനുള്ള സ്ഥലമല്ല. ഇത് തെളിയിക്കാനായിട്ടുള്ള ചില മാതൃകകൾ 1-ാം നൂറ്റാണ്ടിൽ ഒരിക്കലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നുണ പറഞ്ഞവരെല്ലാവരും മരിച്ചിട്ടില്ല. എന്ന് മരിക്കുകയാണെങ്കിൽ എല്ലാ സഭകളിൽ നിന്ന് ആൾക്കാർ നമ്പറൊന്നും ഉണ്ടാകത്തില്ല. കാരണം ചെറിയ ചെറിയ നുണകളും ചെറിയ ചെറിയ കളിപ്പീരുകളും ഒക്കെ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ അവർ ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ദൈവം അവരുമായിട്ട് ഇടപെടട്ടെ. പക്ഷെ ദൈവം അങ്ങനെ അനന്യാസരോട് സഭയിലൂടെ ഇടപെട്ടതുപോലെ ദൈവം ഇന്ന് ഇടപെടുന്നില്ല. അപ്പോൾ ദൈവത്തിന് മുൻപാകെയും നല്ല ഹൃദയം, മനസാക്ഷി, മനുഷ്യന് മുൻപാകെയും നല്ല മനസാക്ഷി, അതൊരു വിശ്വാസിക്ക് വളരെ ആവശ്യമാണ്. കയ്യിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ, ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് വീണ്ടും പൗലോസിലേക്ക് വരാം. കയ്യിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കയ്യിന്റെ യാഗവും ഹാബേലിന്റെ യാഗവും എവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്. 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 2 പേരും യാഗങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. ഒരാൾ തന്റെ കൃഷിയിൽ നിന്ന് യാഗം അർപ്പിച്ചു, മറ്റൊരാൾ തന്റെ മൃഗസമ്പത്തിൽ നിന്നും യാഗം അർപ്പിച്ചു. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് അതേ കൃഷിയിൽ നിന്ന് അർപ്പിച്ചുകൊണ്ട് ദൈവം അത് തള്ളിക്കളഞ്ഞു. മറ്റേ ആള് കുഞ്ഞാടിനെ അർപ്പിച്ചത് കൊണ്ട് അത് സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ശരിയോ തെറ്റോ ഉണ്ടാവാം, സാധ്യതകളുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തെ നോക്കിക്കൊണ്ടാണ് ദൈവം ഈ യാഗത്തെ തിരസ്കരിച്ചത്. കാരണം അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും. ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. പിന്നെ ദൈവം കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പൊ ആദ്യം വരുന്നത് എവിടെയാ? ആ വ്യക്തിയെയാണ് ദൈവം എടുക്കുന്നത്. അവൻ അർപ്പിച്ച യാഗം രണ്ടാമതാണ്. അർപ്പിച്ച യാഗത്തിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ഐറ്റംസ് എന്താണെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ആദ്യം ദൈവം നോക്കിയത് ഈ വ്യക്തികളുടെ ഹൃദയമാണ്. കയ്യിന്റെ ഹൃദയം ശരിയല്ലായിരുന്നു. കാരണം അതുകൊണ്ടാണ് ദൈവം തന്റെ യാഗം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവൻ പോവുകയാണ്. എന്താ അടുത്ത സ്റ്റെപ്പ്? തന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് വയലിൽ പോയി കൊന്നു, അവനെ നശിപ്പിച്ചു. ഈ ഒരു മനസ്സാണ്, ഈ ദുഷ്ട മനസ്സാണ് ആർക്കുണ്ടായിരുന്നത്? കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ദൈവം അവന്റെ യാഗത്തെ ആദ്യം തന്നെ നിരസിച്ചത്. യാഗത്തിന്റെ ഘടകങ്ങൾ രണ്ടാമത്തെ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ ആദ്യം തന്നെ ദൈവം അവന്റെ യാഗത്തെ നിരസിച്ചത് ഈ വ്യക്തിയുടെ മനസ്സ് ശരിയായിരുന്നില്ല. അപ്പൊ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവൃത്തി മാത്രമല്ല. കയ്യിലും യാഗം അർപ്പിക്കാൻ കുറെ അധ്വാനിച്ചു, കുറെ പണിപ്പെട്ടു. ഒരുപക്ഷെ തന്റെ കൃഷിയിൽ എല്ലാ നല്ല കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു യാഗപീഠമൊക്കെ പണിത് താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ദൈവം അത് പ്രസാദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സ്, ഹൃദയം നല്ലതല്ലായിരുന്നു. അപ്പോ മാതൃകയാണ് നമുക്ക് എല്ലാവർക്കും അത്. നമ്മളിന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മാതൃകയായിട്ടുണ്ട്. പൗലോസും അത് തന്നെയാണ്. പൗലോസ് മാത്രമല്ല, പത്രോസും തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ നിർവ്യാജ മനസ്സും മനസാക്ഷിയും ഉള്ളവരായിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ആ ഒരു ചിന്തയോടനുബന്ധിച്ച് എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്? എന്താണ് പൗലോസിന് നമുക്ക് ഈ ഒരു സാക്ഷ്യത്തിന് പഠിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വീണ്ടും പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരാം. ഈ പ്രവൃത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും ഞാൻ നല്ല മനസാക്ഷി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നതിന്റെ അല്ലെങ്കിൽ പശ്ചാത്തലം അത് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ഇടയാകട്ടെ. അതിനോടനുബന്ധിച്ചാണ് എന്തുകൊണ്ട് ഈ പൗലോസ് ഈ വാക്യം പറയുന്നതിന്റെ തൊട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാണ്. എവിടെയാണ് പൗലോസ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്? ഈ പൗലോസ് പറയുന്നതിന്റെ ഒരു സാഹചര്യം അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് പൗലോസ് ഈ ഒരു കാര്യം പറയുന്നതിന്റെ യഥാർത്ഥ ആഴം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് 24-ാം അധ്യായത്തിന്റെ തുടക്കഭാഗം, എനിക്കൊന്ന് 21-ാം അധ്യായം മുതൽ പൗലോസ് പലരുടെയും മുൻപാകെ, പ്രത്യേകിച്ച് യഹൂദന്മാർ തനിക്കെതിരെ കുറ്റം ചുമത്തുന്ന, പൗലോസിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം എന്താ? ഒരു കാലത്ത് വിശ്വാസികളെ ഉപദ്രവിച്ചനായിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസിനെതിരെയുള്ള കുറ്റം എന്താ? മെയിനായിട്ട്
സുവിശേഷം പ്രസംഗിക്കുക. അതാണ് തന്റെ കുറ്റം എന്ന് പറയുന്നത്. താൻ എവിടെ പോയാലും 2 പേരെ കണ്ടാൽ എന്ന് പറയും, സുവിശേഷം പറയും. 5 പേരെ കണ്ടാൽ അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും, ഒരു സഭ ഉണ്ടാവും. ഇതായിരുന്നു പൗലോസിന്റെ ഹോബി എന്ന് പറയുന്നത്. എത്രയോ സഭകൾ പൗലോസ് സ്ഥാപിച്ചു. എവിടെ ചെന്നാലും, എവിടെ അത് കാരാഗ്രഹമൊന്നുമില്ല, പട്ടണമൊന്നുമില്ല, സിനഗോഗൊന്നുമില്ല, വഴി സൈഡ്, നദി സൈഡ്, എവിടെ പോയാലും അവിടെ പൗലോസ് സുവിശേഷം പറയും. അതായിരുന്നു പൗലോസിന്റെ തെറ്റ്. അപ്പൊ ആ തെറ്റ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ മുൻപാകെ നമുക്ക് സാക്ഷ്യം പെടേണ്ട ആവശ്യമില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കാവുന്നത് നമ്മുടെ കടമയാണ്. അത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഇപ്പോൾ നിങ്ങളൊക്കെ പോയപ്പോൾ നിങ്ങൾ കുറ്റക്കാരായിട്ടാണ് അവർ കണ്ടത്. അവിടെ നമ്മൾ നമ്മുടെ മനസാക്ഷി അവരുടെ മുൻപാകെ തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ദൈവത്തിന്റെയും സഭയുടെയും മുൻപാകെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഒരു സാക്ഷി നമ്മൾ സൂക്ഷിക്കണം. സുവിശേഷം പറയുമ്പോൾ എതിർപ്പുണ്ടാകുന്നത് അത് നാച്ചുറലാണ്, അത് പ്രകൃതിദത്തമാണ്. എപ്പോഴും പണ്ട് മുതൽ ഇന്നും അത് നമുക്ക് എല്ലായിടത്തും കാണാം. അപ്പോൾ പൗലോസിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കുറ്റങ്ങൾ? ഒരു കുറ്റമല്ല, 3-4 കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങൾ പൗലോസ് കേട്ടതിന് ശേഷം പൗലോസ് ഈ കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴാണ് ഈ വാക്യം പൗലോസ് പറയുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു പൗലോസിനെതിരെ തന്റെ ചുറ്റുമുള്ള യഹൂദന്മാരും നേതാക്കന്മാരും, സഭയല്ല, യഹൂദ മതത്തിന്റെ പ്രമാണികളും, പിന്നെ യഹൂദ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും, പിന്നെ യഹൂദന്മാരും, ഇവരെല്ലാവരും പൗലോസിനെതിരായിട്ട് കൂടി നിന്നിട്ട് 3-4 കുറ്റങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. ഇനി ആ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ വാക്യത്തിലേക്ക് വരാം. നമ്മൾ വായിക്കാൻ പോവാണ്. ഇപ്രാവശ്യം വാക്യം വായിക്കുന്നത് ബാഗില് ബൈബിളുണ്ടോ? കയ്യിലുണ്ടല്ലോ അല്ലേ? എടുത്തോ. അപ്പസ്തോല പ്രവൃത്തി അപ്പൊ ഒന്ന് ഒച്ചയിൽ വായിക്കണം. ഞാൻ പറയുന്ന വാക്യം അപ്പസ്തോല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഒച്ചയിൽ വായിക്കാൻ പറ്റുമോ? ഒച്ചയിൽ എല്ലാവരും കേൾക്കുമ്പോൾ വായിക്കണേ. അവനെ പിടിച്ചു. ഇസ്രായേലിൽ പുരുഷന്മാരെ സഹായിക്കും. ഇവൻ ആകുന്നു ജനത്തിന് ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിനോദമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യൗവനമാരെയും പിൻകാലയെയും കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലത്തു തീണ്ടിച്ചു കളഞ്ഞു. തീണ്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ അശുദ്ധമാക്കി. അതിന്റെ മറ്റൊരു വാക്കാണ് തീണ്ടിച്ചു കളയുക. ഇവിടെ ഒരു 3 കാര്യങ്ങൾ ജനം, ഒരാളല്ല, ഒരു വലിയ സമൂഹം മുഴുവൻ പൗലോസിനെതിരായിട്ട് പറയാം. ഒന്ന്,